മടുപ്പിക്കുന്ന വൈകലാണ്, നമ്മളെ സംബന്ധിച്ച് മടുപ്പിക്കുന്ന വൈകലാണ്, ഘടകകക്ഷികളെ സംബന്ധിച്ച് മടുപ്പിക്കുന്ന വൈകലാണ്. എല്ലാറ്റും ഉപരി ജനത്തെ സംബന്ധിച്ചാണ് ഏറ്റവും മടുപ്പിക്കുന്ന വൈകലാണെന്നുള്ളത്. ജനം അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തെരുവിൽ കണ്ട പ്രതിഷേധങ്ങളുണ്ട്. ഫ്ലക്സുകൾ നശിപ്പിക്കുന്ന പ്രതിഷേധമുണ്ട്. പല രൂപത്തിലാണ്. സൈബർ ഇടത്തിൽ മാന്യമല്ലാത്ത രീതിയിലും മാന്യമായ രീതിയിലും പ്രതികരിക്കുന്ന പ്രതിഷേധങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് ഒരു ഇലക്ഷൻ വയ്ക്കാമോ, വോട്ട് തിരിച്ചെടുക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രതികരണങ്ങളും ഇതിനിടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വലിയ മടുപ്പ് ഉണ്ടാക്കിയതാരാണ്? ഈ മടുപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇത്രയും നല്ല ഒരു ഗംഭീരമായ ഫലമുണ്ടായിട്ടും ആ മടുപ്പിക്കുന്ന രൂപത്തിലേക്ക് ആരാണ് എത്തിച്ചത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഞാൻ ഹൈക്കമാൻഡ് ആണെന്ന് പറയും. ഹൈക്കമാൻഡ് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വരുന്നതിൽ ഹൈക്കമാൻഡ് പരാജയപ്പെടുകയായിരുന്നു. ഹൈക്കമാൻഡ് അത് വൈകുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ വൈകുന്ന സാഹചര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായ പ്രതികരണം വന്നിരിക്കുന്നല്ലോ, ജയറാം രമേശിന്റെ പ്രതികരണം. നാളെയാണ് ആ തീരുമാനം ഉണ്ടാവുക എന്ന്. അപ്പോൾ നാളെ 11 മണി എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ MLA-മാരോട് മുഴുവൻ തലസ്ഥാനത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വരട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് വന്ന പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഘടകകക്ഷികൾ നടത്തിയ പ്രതികരണങ്ങൾ, ഘടകകക്ഷികൾ ഇന്ന് ശക്തമായി പ്രതികരിക്കാൻ കാരണം എന്താണ്? പലപ്പോഴും ഈ ആരാകണം മുഖ്യമന്ത്രി എന്ന ഒരു പ്രതികരണം പോലും പരസ്യമായി നടത്താത്ത നേതാക്കൾ പോലും ഇന്ന് പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസം MM ഹസൻ നടത്തിയ പ്രതികരണമാണ്. ഘടകകക്ഷികൾക്ക് ഇതിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. ഘടകകക്ഷികൾക്ക് കാര്യമില്ലാതിരിക്കുന്ന എങ്ങനെ? ഘടകകക്ഷികളുടെ പിന്തുണ കൊണ്ടുകൂടിയാണ് ഈ ഒരു അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് അത് കോൺഗ്രസിന് എത്രത്തോളം സഹായകമായിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസിനും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ലീഗ് ഒരു നേതാവിൽ തന്നെ ഊന്നുന്നു. അത് ജനപക്ഷത്തു നിന്നുള്ള തീരുമാനമാണെങ്കിൽ അത് VD സതീശനാകണം എന്ന തീരുമാനം പറഞ്ഞതിന്റെ പുറത്താണ് ആ ഒരു എതിർപ്പും പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല, ഒരു ഘടകകക്ഷികളും പറയേണ്ട എന്ന രൂപത്തിൽ ഹസൻ പറഞ്ഞതുകൊണ്ടാണ് അതിൽ ഷിബു ബേബി ജോൺ അതിശക്തമായി പ്രതികരിച്ചത്. കൂടെ നടക്കേണ്ടതുകൊണ്ട് മറ്റു വാക്ക് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശക്തമായ വികാരമാണ്. NK പ്രേമചന്ദ്രൻ വളരെ ശക്തമായ പ്രതികരണം നടത്തി കഴിഞ്ഞു. ഞങ്ങളോട് ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ നിലപാട് പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ ഈ പറഞ്ഞു നടക്കുന്ന ആളുകളല്ല, ഞങ്ങളോട് ചോദിക്കുമല്ലോ. ഉറപ്പായിട്ടും ഘടകകക്ഷികൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളത് പറയേണ്ട കാര്യമില്ല, ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമെന്ന് പറയാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ കാര്യമാണ്, ജനങ്ങളുടെ അവകാശം കൂടിയാണ്. കാരണം ആ നിലയ്ക്ക് നോക്കൂ, ഈ കാലം മാറുന്നതിനനുസരിച്ച് പ്രതികരണങ്ങൾ വേറെ രൂപത്തിലേക്കൊക്കെ മാറുന്നുണ്ട്. അത് നമ്മൾ എല്ലാ തരത്തിലും, നമ്മൾ മാധ്യമപ്രവർത്തകരും ഒക്കെ അനുഭവിക്കുന്നതാണ്. ആ പ്രതികരണങ്ങൾ നല്ലതും കെട്ടതും ഒക്കെയുണ്ട്. അത് ഏതെങ്കിലും ഒരു നേതാവാഹനം ചെയ്ത് നടത്തുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു ഈ പറയുന്ന ജനകീയ പ്രതിഷേധം തന്നെയാണ്. VS-ന് ശേഷം ആ തരത്തിൽ ജനകീയ പിന്തുണ നേടിയിരിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ VD സതീശൻ അങ്ങനെ വ്യത്യസ്തനാകുന്നുണ്ട്.